കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെല്ലാവരും വെള്ളം കുടിക്കാറുണ്ട്. ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. ദാഹിക്കുമ്പോഴാണോ വെള്ളം കുടിക്കുന്നത്? പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിച്ചിരുന്നത്. സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഓടിയിട്ടും കളിച്ചിട്ടൊക്കെ ക്ഷീണിച്ച് വരുമ്പം നമ്മൾ വീട്ടിൽ വന്ന് വെള്ളം കുടിക്കും. ഒരു അന്ന് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കും. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കിണറ്റിൻ്റെ കരയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് അവിടുന്ന് വേണ്ട വെള്ളം കുടിക്കും. അന്ന് പൈപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെയായിരുന്നു അന്ന് വെള്ളം കുടിച്ചിരുന്നത്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുപ്പി ഗ്ലാസ്സിലാണ് അന്നൊക്കെ ചായ കുടിച്ചിരുന്നത്. ഇപ്പോഴത്തെ കപ്പ് പോലെയല്ല. അപ്പോൾ ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അതൊക്കെ കുടിക്കും. ഭക്ഷണത്തിൻ്റെ കൂടെയാണ് നമ്മൾ ചായയൊക്കെ കഴിച്ചത്. ചോറുണ്ണുമ്പം അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ വെള്ളം കുടി. എന്ന് വെച്ചാൽ നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെയൊക്കെ കൂടെ. അല്ലാതെ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാറില്ലായിരുന്നു നമ്മൾ അന്ന്. ആരും നമ്മളോട് പറയാറുമില്ല വെള്ളം ഇഷ്ടംപോലെ കുടിച്ചോ കുടിച്ചില്ലേ, കുറേയും കൂടി വെള്ളം കുടിക്കണം എന്നൊന്നും പറയാറില്ല. അതെല്ലാവർക്കും അറിയാം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നുള്ളത് കുട്ടികൾക്കും അറിയാം, വലിയവർക്കും അറിയാം. അതുകൊണ്ട് വെള്ളത്തിനെക്കുറിച്ച് ആരും നമ്മളോട് ഒരിക്കലും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല. എല്ലാവർക്കും അറിയാം. കുഞ്ഞു കുട്ടികളെ മാത്രമല്ലാണ്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ആരും ആരെയും നിർബന്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ അത് കുടി വെള്ളം ഇത്ര കുടിക്കണം, ഇത്ര ലിറ്റർ കുടിക്കണം, 2 ലിറ്റർ കുടിക്കണം, 3 ലിറ്റർ കുടിക്കണം, വെള്ളം കുടിക്കണം. ചില ശരീര ഭാഗങ്ങൾക്കൊക്കെ അസുഖമുള്ള ആൾക്കാർക്ക് അധികം വെള്ളം കുടിക്കരുത്, ഒരു ദിവസത്തിൽ 1 ലിറ്റർ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളവരും ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് മൊബൈലിലൊക്കെ പിന്നെ റിമൈൻഡർ വെച്ചിട്ട് വെള്ളം കുടിക്കാറുണ്ട്. ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പിന്നെ റിമൈൻഡർ വെക്കും മൊബൈലിൽ. അപ്പോൾ അത് 20 മിനിറ്റ് കൂടുമ്പം, അരമണിക്കൂർ കൂടുമ്പോൾ ഒക്കെ അത് നമ്മൾ ഓർമ്മിപ്പിക്കും, വെള്ളം കുടിക്കാനായി വെള്ളം കുടിക്കാനായി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെയും കൂടെ കുപ്പി എപ്പോഴും ഉണ്ടല്ലോ, കുപ്പിയിൽ വെള്ളം. അപ്പം 1-2 ഇറക്ക്, പണ്ടത്തെ പോലെ വാരി വലിച്ച് വെള്ളം കുടിയല്ല ഇപ്പം. 1-2 ഇറക്ക് കുടിക്കുക, കുപ്പി എടുത്ത് വെക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് കഴിയുമ്പം, ഒരു അരമണിക്കൂർ കഴിയുമ്പം വീണ്ടും കുടിക്കുക. അങ്ങനെ ദിവസം മുഴുവൻ കുറേശ്ശെയായിട്ട് ഈ 1-2 ഇറക്കായിട്ട് വെള്ളം കുടിച്ച് ദിവസത്തിലെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാത്തത് കൊണ്ട് പല പല അസുഖങ്ങളും വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടും, ജോലിയിൽ മുഴുകി കഴിഞ്ഞാൽ ആളുകൾ വെള്ളം കുടിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ മറന്നു പോകുന്നുള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു ഇത് വന്നിട്ടുണ്ടാവുക. അപ്പം വെള്ളം കുടിക്കാൻ പോലും നമ്മൾ ഓർമ്മിപ്പിക്കാൻ ആപ്പുകളും സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ. അങ്ങനെ അന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഓടിച്ചാടി നടന്ന് വെള്ളം കുടിക്കാണ്ടിരുന്നിട്ടും ആർക്കും അങ്ങനെ അസുഖം വന്നതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. അന്നത്തെ കാലത്ത് വെള്ളം കുടിക്കാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല. എല്ലാവരും ദാഹിക്കും വെള്ളം കുടിക്കും. ഇന്ന് നമ്മൾ എവിടെ പോകുമ്പോഴും, ഏത് സ്ഥലത്ത് പോകുമ്പോഴും നമ്മുടെ കയ്യിലൊരു കുപ്പി ഉണ്ടാവും. ഓഫീസിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, പുറത്ത് കറങ്ങാൻ പോകുന്നവർ, പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുന്നവരെല്ലാവരും പോകുമ്പം വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ബാഗിലോ ഒരു കുപ്പിയിൽ വെള്ളം എല്ലാ ആൾക്കാരുടെ കയ്യിലും കാണാം ഇപ്പോൾ. അപ്പോൾ ഇന്നാൾ മോൾ എന്നോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് വെള്ളം കുടിച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആലോചിച്ചു, എങ്ങനെയായിരുന്നു വെള്ളം കുടിച്ചതെന്ന് ഞാനും ആലോചിച്ചു. അന്ന് കുപ്പിയില്ലല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ അന്ന് ഉണ്ടായിരുന്നില്ല. കുപ്പി എന്ന് വെച്ചാൽ ഈ പൊട്ടുന്ന കുപ്പി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ കുപ്പിയിലൊന്നും വെള്ളം ആരും കൊണ്ടുപോയതായിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ വെള്ളം ആരും കൊണ്ടുപോകാറുമില്ല. അപ്പോൾ നമ്മളൊക്കെ കുറേ നടന്ന് ക്ഷീണിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും പോകുന്ന വഴിക്കൊക്കെ ഉള്ള ഏതെങ്കിലും വീട്ടിൽ, അന്നൊക്കെ ഏത് വീട്ടിൽ കയറി നമുക്ക് വെള്ളം ചോദിക്കാം, അങ്ങനെയായിരുന്നു. കുറച്ച് വെള്ളം കുടിക്കാൻ തരുമെന്ന് ഏത് വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാലും ആരും വെള്ളം തരും. അല്ലെങ്കിൽ ഏതെങ്കിലും ആ വീടുകളുടെ സൈഡിൽ കിണർ കാണുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് കോരിയെടുത്ത് കുടിക്കാം അവരുടെ സമ്മതത്തോടെ. അങ്ങനെ അല്ലാണ്ട് അങ്ങനെ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്ന പരിപാടി ഇല്ലാത്തതിന് കാരണം കുപ്പി ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ആരും വെള്ളം കൊണ്ട് നടക്കാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ കടകളിലൊക്കെ ഇന്ന് കുടിക്കുന്ന വെള്ളം മറ്റേ അക്വാഗാർഡ് അത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ പല പല കുപ്പികളിൽ വെള്ളം, ട്രെയിനിൽ പിന്നെ എന്താണ് പാനി ബോട്ടിൽ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന് വിൽക്കുന്ന വെള്ളം, അങ്ങനെ വെള്ളം വിൽക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് വെള്ളം വിൽക്കുന്നു, വെള്ളം എല്ലാവരും വാങ്ങി കുടിക്കുന്നു, എല്ലാവരും വെള്ളം അവനവൻ്റെ കയ്യിൽ കരുതുന്നു. അപ്പോൾ അത് നമ്മൾ അത്രമാത്രം കോൺഷ്യസ് ആണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം എല്ലാവരും കൊണ്ടു നടക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒക്കെ 4 കുപ്പികളുണ്ട്, 4 ആൾക്കും 4 കുപ്പികൾ. മോൾക്ക് കുപ്പി, ഭർത്താവിന് കുപ്പി, പിന്നെ മോന് കുപ്പി, എനിക്ക് കുപ്പി. അപ്പോൾ എല്ലാവരും അവരവരുടെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന സമയത്ത് കുടിക്കുന്നു. കിടക്കുമ്പോഴും നമ്മൾ കിടക്കുന്നതിന് അടുത്ത് കൊണ്ടുവയ്ക്കുന്നു. രാത്രി എപ്പോഴെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നു. അങ്ങനെ വെള്ളം കുടിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു മസ്റ്റായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ബോധേഡുമാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വെള്ളത്തിനെക്കുറിച്ച് ഇത്രയും കോൺഷ്യസ് ആവുന്നത്. അപ്പോൾ ഞാൻ ആ പഴയ കാലത്തെയും ഈ കാലത്തെയും കൂടി അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ അങ്ങനെ ആലോചിച്ച് പോയതാണ്. നമ്മൾ വെള്ളം കുടി, അന്ന് വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കലും ഇന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കലുമാണല്ലോ എന്ന് ആലോചിച്ച് പോയതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളൊരു കാലമായിരിക്കും അല്ലേ?